നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് ഡേ 7 ഇന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നസർ കളിക്കാനിറങ്ങുകയാണ്. എതിരാളികൾ അൽ വസ്ലാണ്. മാച്ച് ഡേ 7 ഇന്ന് രാത്രി 7:30 അലൈൻ വേഴ്സസ് അൽ റയാൻ പോരാട്ടത്തോടുകൂടി 2025 AFC ചാമ്പ്യൻസ് ലീഗ് പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി. 9:30 എസ്തിഗ്ലാൽ FC വേഴ്സസ് അൽ ഷോർത്ത പോരാട്ടമുണ്ട്. അതേസമയത്ത് തന്നെയാണ് അൽ സദും അൽ അഹ്ലി സൗദിയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. രാത്രി 11:30 ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സംഘം കളിക്കളത്തിലേക്ക് ഇറങ്ങുക. അൽ നസറിൻ്റെ എതിരാളികൾ അൽ വസ്ലാണ്. പിന്നെ ബാക്കി മത്സരങ്ങൾ നാളെയാണ് നടക്കുക. അപ്പോൾ ഇന്നത്തെ മത്സരങ്ങളിൽ എന്തായാലും ആരാധകർ ഉറ്റുനോക്കുന്നത് CR7 ടീമിൻ്റെ പ്രകടനത്തിന് വേണ്ടി തന്നെയാണ്. നിലവിൽ നമുക്കറിയാം AFC ചാമ്പ്യൻസ് ലീഗിൽ 6 കളികളിൽ നിന്ന് 4 വിജയം, 1 സമനില, 1 തോൽവി, 13 പോയിൻറ്റോടെ അൽ നസർ 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇന്നത്തെ കളിക്ക് അൽ നസറിൻ്റെ നിരയിൽ പോർച്ചുഗീസ് സൂപ്പർ താരം ഒറ്റാവിയോ ഉണ്ടാവില്ല എന്ന സൂചനയാണ് ഇന്നലെ സ്റ്റെഫാനോ പിയോളി തന്നത്. അതായത് അദ്ദേഹത്തിന് ചെറിയ പ്രശ്നങ്ങളുണ്ട്, പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പരിക്കെന്ന് അദ്ദേഹം അങ്ങ് കൃത്യമായിട്ട് പറയുന്നില്ലെങ്കിലും മസിൽ ഫാറ്റിക് ഉണ്ട് എന്നാണ് ഇപ്പോൾ പിയോളി പറഞ്ഞിരിക്കുന്നത്. അതേസമയം പുതിയ താരമായിട്ടുള്ള ജോൺ ഡ്യൂറന് ഓക്കെയാണ്, കളിക്കാൻ റെഡിയാണ് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. നോക്കാം നമുക്ക് എന്താണ് പിയോളി പറഞ്ഞതെന്ന്. അദ്ദേഹം പറഞ്ഞത് ഒറ്റാവിയോ ഇഞ്ചോർഡ് അല്ല, പക്ഷേ മസിൽ ഫാറ്റിക് അദ്ദേഹത്തിനുണ്ട്, അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് അദ്ദേഹം ഉണ്ടാവില്ല. എന്നാൽ ഡ്യൂറൻ്റെ കാര്യത്തിൽ ഡ്യൂറൻ നന്നായി ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. ഈ കളിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അദ്ദേഹം റെഡിയാണ്. പക്ഷേ അദ്ദേഹം തുടക്കം മുതൽ കളിക്കുമോ, സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾ കളിക്ക് മുമ്പ് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്ന് സ്റ്റെഫാനോ പിയോളി പറയുന്നു. ചുരുക്കത്തിൽ ഡ്യൂറൻ കളിക്കും. അത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കുമോ സബ്സ്റ്റിറ്റ്യൂട്ട് റൂളിലാണോ എന്നുള്ളത് കണ്ടറിയണം. അൽ നസറിൻ്റെ ഒരു പ്രോബബിൾ 11 ഇപ്പോൾ സൗദി സോഴ്സുകൾ നൽകുന്നുണ്ട്. നമ്മളന്ന് പരിശോധിക്കുകയാണ്. അതിൽ ഗോൾ കീപ്പറായിട്ട് ബെൻഡോ, ഡിഫൻസിൽ ലജാമിയും സിമാക്കനും സെൻറ്റർ ബാക്കുമാരുടെ റോളിൽ, ഇരുപാർശ്വങ്ങളിൽ ബൗഷലും സുൽത്താനും, മധ്യനിരയിൽ അലസനും ബ്രസോവിച്ചും ഉണ്ടാകും. മുന്നേറ്റങ്ങൾ നയിക്കാൻ മാനയും ഏഞ്ചലോയും ഇരുപാർശ്വങ്ങളിൽ, പിന്നെ സ്ട്രൈക്കർമാരായിട്ട് റൊണാൾഡോയും ഡ്യൂറനും. ഈ രൂപത്തിലുള്ള ഒരു ഫോർമേഷനിൽ അൽ നസർ ഇറങ്ങും എന്നാണ് ലഭ്യമാവുന്ന സൂചന. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.